ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഇന്ന് രാവിലെയാണ് വിചാരിച്ചത് എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാന്ന്. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കുറച്ച് ക്ലീനിങ് ഉണ്ട്. റമദാനൊക്കെ വരുവാണ്, അപ്പോൾ അതിനോടനുബന്ധിച്ച് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞു കേട്ടോ. അവർ പോയി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രധാന ജോലി എന്ന് പറയുന്നത് ഈ വലിച്ചുവാരി ഇട്ടതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അവരുടെ റൂമിലോട്ട് തന്നെ കിടക്കാം. കണ്ടോ, ഇതാണ് അവരുടെ റൂമിൻ്റെ അവസ്ഥ. നമ്മൾ പുതിയ വീട്ടിലോട്ട് താമസം മാറിയ സമയത്തൊക്കെ കുറച്ച് നാൾ വരേക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവർക്ക് നല്ല അടുക്കും ചിട്ടയും ഒതുക്കി പറക്കലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെയും പഴയപടി തന്നെ അതൊക്കെ എൻ്റെ ജോലിയായി. ഈ വലിച്ചുവാരി ഇടക്കം തുടരുന്നു. ഞാൻ ഇടയ്ക്ക് പറയുമ്പോഴേക്കത് ചെയ്യും. പിന്നെയും നോ രക്ഷ. ഈ കാണുന്ന ഈ ഡ്രോ ഇല്ലേ, ഈ രണ്ട് പേർക്കും ഉണ്ട്. അത് വലിയ ഉപകാരമാണ് കേട്ടോ. അവരുടെ സാധനങ്ങളൊക്കെ അതിലിട്ട് വെക്കാൻ പറ്റും. കുറേ സാധനങ്ങൾ അതിൽ കൊള്ളും കേട്ടോ. അപ്പോൾ എന്തായാലും കട്ടിലേക്ക് ഒന്ന് കുടഞ്ഞിടാം. ഇതിലൊരു ചെറിയ പഴയ മെത്ത ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനെടുത്ത് മാറ്റി പുതിയതൊന്ന് മേടിക്കണം. കുറച്ച് ദിവസം കൊണ്ട് മോള് പറയുകയാണ് മേടിച്ചിട്ട് കൊടുക്കണമെന്ന്. അതൊന്ന് മേടിക്കണം. അങ്ങനെ അവളുടെ കട്ടിലേക്ക് ഒന്ന് തട്ടി കുടഞ്ഞിട്ടു. ഇനിയിപ്പോൾ അടുത്ത ആൾ കിടക്കുന്ന ദിവാങ്കോട്ടൊന്ന് റെഡിയാക്കണം. മൂത്തയാൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവളെ കാര്യങ്ങളൊക്കെ നോക്കും, അടുക്കി പറക്കലൊക്കെ ഉണ്ടായിരുന്നു. തുണികളൊക്കെ മുഷിഞ്ഞതായാലും അല്ലാത്തതൊക്കെ ആയാലും അവൾ അതിൻ്റെ സ്ഥാനത്തെ കൊണ്ടിടുന്നതായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് അയ്യാക്കും മടിയൊക്കെ വന്നു കേട്ടോ. അങ്ങനെ അവരുടെ കിടക്കയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. റൂം കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ആശ്വാസം. വന്ന് നോക്കിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ. ഞാൻ രാവിലെ ജനൽ തുറന്നപ്പോൾ അതിൻ്റെ കൊളുത്ത് പോയി കേട്ടോ. ഇനി അതൊന്ന് പിടിപ്പിക്കണം. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ജനലിൻ്റെ അകത്തൂടി വെയിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ ജനൽ അടച്ചത്. പിന്നെ ഹാളിലോട്ട് ഇറങ്ങി അവിടെ തയ്ക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടുക്കി പറക്കി ഒതുക്കി വെച്ചു. പിന്നെ ഷോക്ക് വെച്ചൊന്ന് തുടയ്ക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, വലുതായിട്ട് പൊടിയൊന്നും ഇല്ല, എങ്കിലും തുടയ്ക്കേണ്ട ഭാഗമായതുകൊണ്ട് എല്ലായിടത്തും തുടയ്ക്കുന്നതേ ഉള്ളൂ. ഇതിനടുത്തിരിക്കുന്ന ഫിഷ് ബൗൾ കണ്ടില്ലേ, ഞാൻ അതിൽ 2 ദിവസം മുമ്പ് കേട്ടോ 2 ജോഡി മീൻ ഞാൻ മേടിച്ചിട്ടായിരുന്നു കേട്ടോ. പേര് അറിയത്തില്ല. നല്ല മജന്തയും പിന്നെ മഞ്ഞ കളറും വരുന്ന 2 ജോഡി മേടിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് വൃത്തിയാക്കി ബൗളിലോട്ടൊക്കെ മാറ്റിയപ്പോഴത്തേക്കും വൈകിട്ടായപ്പോൾ തന്നെ 2 ജോഡിയും ചത്തുപോയി. ഈ ബൗളിലിട്ട് വെച്ചാൽ എന്താ പ്രശ്നം എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തുടയ്ക്കുകയാണ് കേട്ടോ. തുടയ്ക്കലും കഴിഞ്ഞു. ഇതാണ് നമ്മുടെ കുഞ്ഞ് വാഷ് ബേസിൻ ഏരിയ ഉണ്ടോ. ഈ ഒരു കുഞ്ഞ് സ്പേസിലാണ്. ബാത്റൂം ഞാൻ ക്ലീൻ ആക്കിയിട്ടില്ല. അത് കുളിക്കാൻ കയറുമ്പോൾ ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് ഒരു കുഞ്ഞ് ബാത്റൂമാണ്. അപ്പോൾ ഈ നേരമായിട്ട് അടുക്കളയിൽ കുക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ചോറ് രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. 10-10 ആകുമ്പോൾ വരുന്നതാണ്, പക്ഷെ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ റോട്ടിൽ കയറേണ്ടി വരും. അങ്ങനെ പാത്രങ്ങളെ കഴുകി വെച്ചിട്ട് ഞാൻ റോട്ടിൽ പോയി മീൻ മേടിച്ചിട്ട് വന്നു. ചാളയാണ്, പിന്നെ കുറച്ച് ഉണക്കമീനും മേടിച്ചു, കിഴങ്ങും അത്യാവശ്യം പച്ചക്കറികൾ മേടിച്ചിട്ട് വന്നു കേട്ടോ. മീൻ കൊണ്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാർ മേയ്ക്കുന്ന വരുവാണ് വിളിച്ചിട്ട്. അവരുടെ നിലവിളി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. പിന്നെ കറിക്കുള്ളതും പൊരിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചേട്ടോ. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊരു വീഡിയോ ഉണ്ട്. അതൊരു കുഞ്ഞ് മോട്ടിവേഷനാണ്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പിന്നോട്ട് പിടിച്ച് നിർത്തുന്ന ഒരു ചെറിയ വാക്കാണ് ഈ മടിയെന്ന് പറയുന്നത്. ഇന്ന് ചെയ്യാമെന്നത് നാളെ, നാളെ എന്നത് പിന്നെ. അതങ്ങനെ അവസരങ്ങൾ നമ്മളെ വിട്ടു പോവുകയാണ്. പക്ഷേ ഒരിക്കലെങ്കിലും ഈ മടി മാറ്റി ഒരു ചൂടെങ്കിലും മുന്നോട്ട് വെച്ചാൽ അവിടെയാണ് നമുക്ക് മാറ്റം വരുന്നത്. ചെറിയ ശ്രമങ്ങൾ അത് വലിയ വിജയമാകുന്നതും അങ്ങനെയാണ്. അപ്പോൾ മടി മാറ്റിയാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ആത്മവിശ്വാസം കൂടുകയും ചുമ്മാ പാഴാക്കി കളയുന്ന സമയം നമുക്കത് വിലയുള്ളതാ ആവുകയും നമ്മുടെ സ്വപ്നങ്ങൾ അത് ലക്ഷ്യങ്ങളായി മാറുകയും ചെയ്യും അല്ലേ. അപ്പോൾ എന്തായാലും കൊള്ളാം. അതിവിടെ എനിക്ക് പറയണം തോന്നി. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ചാനൽ തുടങ്ങുന്ന മുമ്പേ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ക്രാഫ്റ്റും ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അത് ഞാൻ ഇവിടെ വരുന്ന മുമ്പെയാണ്, ഉമ്മച്ചിയുടെ താമസിക്കുമ്പോഴാണ്. കുറച്ച് ദിവസം വീഡിയോ ഒക്കെ ഇട്ടു. പിന്നെ ഈ പറഞ്ഞ മടിയെന്ന സാധനം എനിക്ക് കയറി. അപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് ഞാനവിടെ വീഡിയോ നിർത്തി. ആ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റയിലൂടെ തന്നെ ഞാൻ കിട്ടുന്ന വർക്കുകളൊക്കെ അതിലും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മടി വന്നപ്പോൾ അതും മാറ്റി. അങ്ങനെ അത് രണ്ടും അവിടെ നിലച്ചു. പിന്നെയാണ് വീട്ടിൽ വെച്ച് ഇങ്ങോട്ട് കയറിയപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ഈ ചാനലിൽ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടു. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തു. ഷോർട്സും കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും പതുക്കെ അങ്ങ് നിന്ന് കേട്ടോ. ഇനിയും മടി കാണിക്കില്ല, ഞാൻ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാനലും തുടങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാം, ഈ മടിയെന്ന് പറഞ്ഞൊരു വലിയൊരു സാധനം, അത് ചെറിയ സാധനമല്ല, വലിയ സാധനം തന്നെയാണ്. അത് വീണ്ടും കയറി വീണ്ടും വീഡിയോ ഒക്കെ ഇടക്കൊക്കെ നിർത്തി. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ കാണാനും അത് കേൾക്കാനും ഒക്കെ ഇടയായത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ
ഒക്കെ ഒന്ന് ചെയ്യണം, തയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം, മെഷീനൊന്ന് കംപ്ലൈൻ്റ് ആയിരിക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം, അതിലോട്ടൊക്കെ കടക്കണമെന്ന്. അപ്പോൾ എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാളോ എന്നെ കുറവായിട്ടോ ആർക്കെങ്കിലും മടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മടി മാറ്റി വെച്ചോ കേട്ടോ. ഈ മടി മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ എന്തായാലും ഈ കാര്യം ഞാൻ പറയാനും കൂടെ വെച്ചെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇൻസ്റ്റാ പേജ് ഞാൻ വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിലൊരു കുഞ്ഞ് ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ഇതിൻ്റെ ബയോയിൽ ലിങ്ക് കൊടുത്തേക്കാം, അതിലൊന്ന് കയറി കണ്ടൻറ്റിന് സപ്പോർട്ട് ചെയ്യണം. തുണിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മേടിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതൊരു കുഞ്ഞു മോളൊരു കൊണ്ടു തന്ന തുണിയാണ് കേട്ടോ. കുഞ്ഞുമോളല്ല, അവൾ സ്കൂളിൽ +1 പഠിക്കുവാണ്, അവൾക്ക് ഒരു ഗൗൺ തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് അത് വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാനുള്ള നേരമൊക്കെ ആയി, കഴിക്കാനും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ.